എവ്രിവൺ, വെൽക്കം ടു എപ്പിക് ഫാമിലി. അപ്പൊ കുറെ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ആയിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്ന് ആൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഞാൻ മാർച്ച് 4-ാം തീയതി തൊട്ട് ഒരു 4-5 വർഷത്തോളത്തെ ഗ്യാപ്പിന് ശേഷം ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൊച്ചി രവിപുരത്തുള്ള കരിയർ ലോഞ്ചർ എന്ന് പറഞ്ഞ സ്ഥാപനത്തില് അക്കാഡമിക് കൗൺസിലറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. കരിയർ ലോഞ്ചറുമായിട്ടുള്ള എൻ്റെ എന്താ പറയുക റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 years ആയിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഇറങ്ങി 2014 ആദ്യമായിട്ട് കയറുന്നത് കരിയർ ലോഞ്ചറിലാണ് ജോലിക്ക്. ആദ്യം ഞാനൊരു കോളേജിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ ഒരു കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നു. അത് ജസ്റ്റ് 6 months ഉള്ളായിരുന്നു. അതിനുശേഷം കയറുന്നത് കരിയർ ലോഞ്ചറിലായിരുന്നു. ആൻഡ് അവിടെ ഞാൻ ഓൾമോസ്റ്റ് 3 years വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ കൊച്ചി ഇൻഫോ പാർക്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ തന്നെ എൻ്റെ ഡിസിഷനിൽ ബ്രേക്ക് എടുത്ത് സുഖിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ സ്വന്തം കരിയർ ലോഞ്ചറിന്റെ കൊച്ചി ബ്രാഞ്ചിലേക്ക് ഞാനിപ്പോൾ കയറിയിട്ടുണ്ട്. ഞാൻ അന്ന് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്ത മാനേജ്മെന്റ് അല്ല ഇപ്പം കൊച്ചിയിലുള്ളത്. പക്ഷെ അന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് കരിയർ ലോഞ്ചറിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാറ് ഇപ്പൊ ഈ പുതിയ മാനേജ്മെന്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അപ്പം വേക്കൻസി വന്നപ്പോൾ സാറാണ് ഇതേപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതും ഒക്കെ. അങ്ങനെ എന്തായാലും എനിക്ക് കരിയർ ലോഞ്ചറിൽ ജോലി ചെയ്യാൻ വീണ്ടും ഒരു അവസരം കിട്ടി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഞാൻ കൂടുതൽ കത്തി വെച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ മാർച്ച് 4-ാം തീയതി തൊട്ട് കരിയർ ലോഞ്ചറിൽ വീണ്ടും ജോലിക്ക് കയറിയായിരുന്നു. ആൻഡ് അതിന്റെ ഞാൻ കുറെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ്, അതായത് ഗോയിങ് എന്തായിരുന്നു മൈ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക് എന്നൊക്കെ പറയാം. അതായത് ഞാൻ ആദ്യമായിട്ട് 5 വർഷത്തിന് ശേഷം ജോലിക്ക് പോകുന്ന ദിവസം എന്ന് പറഞ്ഞൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോങ് വീഡിയോ എടുക്കാനും ഇടാനും സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആദ്യം ഇടുന്ന ലോങ് വീഡിയോ ഒരു ഓഫ് ഡേ വിശേഷമാണ്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് എടുക്കുന്ന ഒരു സന്തോഷമാണല്ലോ എന്നൊക്കെ. അപ്പം ആദ്യത്തെ വ്ളോഗ് ഒരു ഓഫ് ഡേ വിശേഷത്തിൽ തന്നെ കാണിച്ചു തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ എൻ്റെ ഓഫീസിൽ പോകുന്ന യാത്ര ഒക്കെ കാണിക്കാം കേട്ടോ. ഞാൻ ഇവിടുന്ന് മെട്രോ എടുത്ത് പോകുന്നതും ഒക്കെ ഒരു വ്ളോഗായിട്ട് നാളെ ഇടാം. എന്നിട്ട് പിന്നെ ഓഫീസിൽ പിന്നെ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ എന്താ പറയാ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വരും ദിവസങ്ങളിൽ ഇടാം. ആദ്യം നമുക്ക് ഈ ഓഫ് ഡേ കൊണ്ട് തുടങ്ങാം. അപ്പം 2 മിനിറ്റോളം ഞാനിപ്പോൾ കത്തിയടിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. ആരും പോകരുത്, ഇനിയാണ് കഥ തുടങ്ങുന്നത്. അപ്പം ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്താൽ മതി. ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. ഇപ്പൊ ജോലിക്ക് പോകുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഓഫ് ഡേ ചെയ്യാമെന്ന് പറഞ്ഞ് പെൻഡിങ് ഇട്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അന്നന്നത്തെ കുക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വേഗം ചാടി പിടിച്ച് ഓഫീസിൽ പോകുമായിരിക്കും ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഓഫ് ഡേ കിട്ടുമ്പോൾ രാവിലെ ആദ്യം ഒരു കട്ടൻ തേയില ഇട്ട് ഞാനും ചേട്ടനും മോളും കൂടെ കുടിച്ചാ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് തിങ് ക്ലീനിങ്, വാഷിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ ചെറിയ ക്ലിപ്സ് എടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പം വെൽക്കം ടു ആൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. ഒരു ഓഫ് ഡേ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പെൻഡിങ് ലോണ്ടറി കംപ്ലീറ്റ് ചെയ്യാനായിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറേ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുവിധം വാടി. ഇന്നിപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇത് എന്തായാലും ഉച്ചയോടെ ഉണങ്ങി കിട്ടും. ആൻഡ് അപ്പോഴത്തേനും ഞാൻ അടുത്ത സെറ്റ് നനയ്ക്കാനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തോടുകൂടി നമുക്ക് ഈ ആഴ്ചത്തെ പെൻഡിങ് ലോണ്ടറി എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. കുറച്ചൊക്കെ അന്നൊക്കെ മാക്സിമം നനച്ചു പോകും. എന്നാലും കുറെയൊക്കെ ഞാൻ ഡെയിലി ഇടുന്ന ഡ്രസ്സും എല്ലാം കൂടെ പുറത്താവും ഒരാഴ്ചത്തെ. അപ്പൊ അതിന്ന് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതാണ് എൻ്റെ ബാൽക്കണി വ്യൂ. ഞാൻ ഇടയ്ക്ക് സ്ഥിരം ലൈവിലും ഒക്കെ വരുമ്പോഴും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പക്ഷെ കുറച്ച് ദിവസമായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മളുടെ ബാൽക്കണി വ്യൂ ഒന്ന് കാണിച്ചു തരാം. നല്ല പച്ചപ്പും ഹരിതാപം എല്ലാം ഉണ്ടല്ലേ. ഇന്ന് ജൂലൈ 4 വ്യാഴാഴ്ചയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല ഡേറ്റ് അല്ലേ. ഇന്ന് ജൂലൈ 4-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഞങ്ങൾക്ക് വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ഡേ ഓഫ് എടുക്കാം. അപ്പം ഞാൻ ഇന്നാണ് ഓഫ് എടുത്തത്. ഓക്കെ, വണ്ടികളൊക്കെ തേരാപ്പാര പോകുന്നു. കാരണം നോർമലി വർക്കിംഗ് ഡേ ആണല്ലോ, തേഴ്സ്ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആളുകൾ അവരവരുടെ ജോലിക്കായിട്ടും മറ്റാവശ്യങ്ങൾക്കായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു. തിരക്കേറിയ ഓട്ടത്തിലാണ്. അപ്പം നമുക്കിനി നമ്മളുടെ ബാക്കി ജോലികളിലേക്ക് കടക്കാം. ഇനിയും അടുത്ത പരിപാടിയാണ് ക്ലീനിങ്. ചേട്ടൻ ഇവിടെ ന്യൂസൊക്കെ കണ്ടിരിപ്പുണ്ട്. ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൗണ്ട് കുറച്ച് വെച്ചേക്കുവാണ്. വേണ്ടേ, ഇന്നലെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ കിങ്ങൂട്ടൻ അലമ്പാക്കി ഇട്ടതാണ്. അപ്പോൾ ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഇന്നിവിടെ എല്ലാം തുടയ്ക്കണം. ഹായ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അല്ലേ ചേട്ടാ, എവർഗ്രീൻ ക്രിസ്മസ് ട്രീ. 1 വർഷം. ഇനിയിപ്പോൾ ഡിസംബറിൽ നമുക്ക് മെനക്കേടില്ല. നേരെ വേണേ കുറച്ച് അതെ പുൽക്കൂട് ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഉണ്ണിയേശു, ക്രിസ്മസ് ട്രീ, കൃഷ്ണൻ, ചോറ്റാനിക്കരയമ്മ എല്ലാരും ഉണ്ട്. അതെ അല്ല നമുക്ക് പാടൊന്നുമില്ല. അതെ അല്ല ലൈറ്റ് ഓണാക്കി മാത്രമല്ല, വേണമെങ്കിൽ 1, 2,
നമ്മുടെ ഗിഫ്റ്റ് കൂടെ തൂക്കാം. പുതിയ അങ്ങനത്തെ മാത്രം വാങ്ങിച്ചാൽ മതി, ആക്സസറീസ് വാങ്ങിച്ചാൽ മതി. സിമ്പിൾ. അതെ അതെ, ഫോളോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആണ് ഇതൊക്കെയെന്ന്. അപ്പൊ ഇനി ഇത് ക്ലീനിങ് ആണ് ഇനി അടുത്ത ടാസ്ക്. തോരൻ ഉണ്ടാക്കിയതുപോലെ ഇതുകൊണ്ട് പിച്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പുള്ളിക്കാരുടെ കളികളാ, ടിക്കറ്റ് ഒക്കെ ആയിട്ട് കീറുന്നതാ. ടിക്കറ്റ് അങ്ങനത്തെ പല പല കളികളാ. ട്രെയിനിൽ പോകുന്നു, ടിക്കറ്റ്, അങ്ങനത്തെ പല പല ആശയങ്ങളിലാണ് അതെ ഇത് എല്ലാം വെച്ച് കളിക്കും. കളിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിയേക്കുവാ. ഇതെല്ലാം ഒതുക്കി വെക്കണം. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും പഴയപടിയാവും. ഇത് ആളുടെ കാറാണ്, റേസിംഗ് കാറാണ് നമ്മളുടെ കിങ്ങൂട്ടിയുടെ പുതിയ ഡ്രിഫ്റ്റ്. പിന്നെ പുതിയ സൈക്കിള് കാണിക്കാം നമ്മുടെ കിങ്ങൂട്ടൻ്റെ. അതിൻ്റെ വീഡിയോ നമുക്ക് എടുത്തിടാം അല്ലേ ഇന്ന് പോകുമ്പോൾ. വേണ്ട, കിങ്ങൂട്ടൻ്റെ പുതിയ സൈക്കിള്. ഇപ്പം ഇതിലാണ് വീക്ക്നെസ്. നമ്മളുടെ ഫ്ലാറ്റിൻ്റെ പുറത്തെ ഈ സ്പേസിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. കിങ്ങോട്ടിന് എണ്ണിട്ട് കഴിയുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് കളിക്കും. സോ അതൊക്കെയാണ് പരിപാടി. അപ്പം നമുക്കിനിയും ഈ അലമ്പായി കിടക്കുന്ന ഏരിയാസ് ഫുൾ ക്ലീൻ ചെയ്യണം. പിന്നെ കുക്കിങ്, അങ്ങനെ പല പരിപാടികൾ. ഇതാണ് എൻ്റെ ഓഫ് ഡേ പരിപാടീസ്. ഞാൻ എൻ്റെ ക്ലീനിങ് ആക്ടിവിറ്റീസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. പയ്യെ ജനലൊക്കെ തുറന്ന് ഓരോന്നോരോന്നായിട്ടൊക്കെ ഒതുക്കി വെച്ച് ക്ലീൻ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളല്ലാത്ത വർക്കിംഗ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഒതുക്കി വെക്കുക, അങ്ങനെയൊക്കെയല്ലേ. അവധി കിട്ടുന്ന ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ചെയ്യും. അപ്പോൾ ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ചേട്ടനോട് കത്തി വെച്ച് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർക്കുന്നു. ഒരു ഓഫ് ഡേ കിട്ടി ഇങ്ങനെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓഫ് ഡേ സക്സസ്ഫുള്ളി യൂസ് എന്നൊരു മെൻറ്റാലിറ്റി ആട്ടോ എനിക്ക്. അപ്പോൾ കിങ്ങിനിമോൾ ഇപ്പോൾ എണ്ണീറ്റ് വരാൻ പോകുന്നതേ ഉള്ളായിരുന്നു. സോ അതിന് മുന്നേ വേഗം എല്ലാം ഒതുക്കി വെക്കുകയാണ്. പിന്നെ അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. പിന്നെ ചെറിയ തോതിൽ കുക്കിങ്, ഞങ്ങൾക്ക് ചായ ഇട്ട് കുടിക്കണം, അങ്ങനത്തെ കുറേ പരിപാടീസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം ക്ലീനിങ് അടുക്കിപ്പെറുക്കൊക്കെ ചെയ്തു. എല്ലായിടത്തും മാറ്റി ഒരുവിധം അറേഞ്ച് ചെയ്ത് വെച്ചെല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇനിയിപ്പോൾ രാവിലത്തെ ചായയും എന്തെങ്കിലും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തുടക്കുകയും കൂടെ വേണം. അപ്പോഴത്തേനും നമ്മുടെ കിങ്ങിനിമോൻ എണ്ണീറ്റ് വന്നു. ഹായ്, കിങ്ങിനിമോൻ എണ്ണീറ്റ് വന്ന് വേണ്ട കണ്ട, ഞാൻ ഒതുക്കി വെച്ച കളിപ്പാട്ടങ്ങളെല്ലാം തിരിച്ചതാത് സ്ഥാനത്ത് വെക്കുന്നുണ്ടോ. ലുട്ടാപ്പി അമ്മയുടെ പൊന്നേ ഉണ്ടോ ലുട്ടാപ്പി എണ്ണീറ്റ് കണ്ട്. ബട്ട് ഇത് ഭയങ്കര ക്യൂട്ടുമാണ് കേട്ടോ. നമ്മളിങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാനാണ്. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമെങ്കിലും നമ്മളും കൊച്ചിനെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ അച്ഛനെയും അമ്മയും ശല്യം ചെയ്തത്. പക്ഷേ ഇത് ക്യൂട്ടാണ്. ഞാനിത് കണ്ടോ, ഞാനിത് ഇപ്പം അങ്ങോട്ട് ഒതുക്കി വെച്ചതേ ഉള്ളൂ. ലുട്ടാപ്പി എണ്ണീറ്റ് വന്ന് ഇങ്ങനെ നിരത്തും. പിന്നെ ആളുടെ കാർട്ടൂൺ ഇവിടെ ഓടുന്നുണ്ട്. അങ്ങനെ ഫുള്ളി തിരക്കാണ്. പിന്നെ വേണ്ട നേരെ രവിവർമ്മ പടം വരയ്ക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. ചുവർ ചിത്രം വരച്ച് ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയും അടിപൊളിയായിരിക്കും. ഫ്ലാറ്റ് ഇപ്പോൾ നമ്മളിവിടെ റെന്റിനാണല്ലോ. എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഫ്ലാറ്റിന് മൊത്തം പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വരും, ഉറപ്പാ. കണ്ടില്ലേ, കാരണം ഞങ്ങളുടെ ചുവർ ചിത്രങ്ങൾ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് രാവിലത്തെ വിശേഷം. ഇനി ഞാൻ നേരെ എൻ്റെ കുക്കിംഗ് പരിപാടി. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വലിയ കുക്കിംഗ് ഒന്നും ഇല്ല. ആദ്യം ഇപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കുന്നു. പിന്നെ കിങ്ങിനി മോൾക്ക് എന്താണ് കോൺഫ്ലേക്സ് കൊടുക്കാനാണ് പ്ലാൻ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും സാൻഡ്വിച്ച്. അപ്പം ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഇന്നത്തെ ഓഫ് ഡേയുടെ പരിപാടികൾ. ഞാൻ പറഞ്ഞല്ലോ, ചില ദിവസം ഓഫ് ഡേ എടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി നല്ല രീതിയിൽ കുക്ക് ചെയ്യും. അങ്ങനത്തെ ഓഫ് ഡേ ആയിരിക്കും. നല്ലോണം എന്തെങ്കിലും ഇപ്പം പ്രോൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്ത് അങ്ങനത്തെ ഒക്കെ പ്ലാൻ ആയിരിക്കും ചില ഓഫ് ഡേയ്സിൽ. ചില ഓഫ് ഡേയ്സ് പ്യൂർലി ഇങ്ങനെ ക്ലീനിങ്, വാഷിങ് അങ്ങനത്തെ പരിപാടി ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിൽ ലൈറ്റ് ആയിട്ടുള്ള കുക്കിംഗ്. അപ്പൊ മോൾക്ക് ഇപ്പൊ രാവിലെ കോൺഫ്ലേക്സ് കൊടുക്കും. ഞങ്ങൾ ബ്രെഡും പീനട്ട് ബട്ടറോ ജാമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ഇന്ന് ലൈറ്റ് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് കൂടുതൽ, അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ ഞാൻ ഇനി എന്റെ കുക്കിംഗ് പരിപാടികളിലേക്ക് പോവാണ്. കട്ടൻ ചായക്ക് അടുപ്പിൽ വെള്ളം വെച്ചു. പിന്നെ കിങ്ങിനി മോൾക്ക് രാവിലെ കോൺഫ്ലേക്സ് കൊടുക്കാനായിരുന്നു പ്ലാന്. പാൽ തിളപ്പിച്ചൊഴിച്ച് കോൺഫ്ലേക്സ് മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ബ്രെഡും പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ബ്രെഡും ഓംലെറ്റും ഉണ്ടാക്കി അങ്ങനെ കഴിക്കാമെന്നൊരു പ്ലാൻ സെറ്റ് ചെയ്തായിരുന്നു. കിങ്ങിനി മോൾക്കുള്ള കോൺഫ്ലേക്സുമായിട്ട് ചായ കുടിച്ച് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. കിങ്ങിനി മോൾ ടി വിയിൽ കാർട്ടൂൺ കാണുന്നു. കിങ്ങിനി മോൾ എണീക്കുന്നത് വരെ ചേട്ടൻ ന്യൂസ് ചാനലൊക്കെ വെച്ചോണ്ടിരിക്കും കേട്ടോ. കിങ്ങിനി മോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ റിമോട്ടിന്റെ ഓണർ കിങ്ങിനി മോളാണ്. അപ്പോൾ കിങ്ങിനി മോൾക്ക്
കോൺഫ്ലേക്സും കൊടുത്ത് പിന്നെ ഞങ്ങളുടെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ ഇതിനിടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചിലതൊക്കെ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ഓഫീസിൽ നിന്ന് 1-2 കോൾ വന്നു, അത് അറ്റൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ നേരെ ഫോണും കൊണ്ടുപോയി കട്ടിലിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ എന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പം തന്നെ ഞാനും കിങ്ങിനി മോളും അത് കുളവാക്കി നേരെ ഞങ്ങൾ കട്ടിൽ ചെന്ന് ചേട്ടനെ ശല്യം ചെയ്തുകൊണ്ട് കിടക്കുന്ന ദൃശ്യങ്ങളാട്ടോ ഇതൊക്കെ. അങ്ങനെ ചേട്ടൻ ഫോൺ കാണൽ മതിയാക്കി കുളിച്ച് റെഡിയാകാനായിട്ട് എണീറ്റ് പോയി. ഹലോ, അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞാനും കിങ്ങിനിയും ചേട്ടനെ ശല്യം ചെയ്ത് ചേട്ടൻ പിന്നെ പോയി കുളിച്ചൊക്കെ റെഡിയായി കുട്ടപ്പനാട് നിൽക്കൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ എടുത്തായിരുന്നു. ഇനി ഞാൻ പോകുന്നത് നമ്മുടെ കിങ്ങിനി മോളെ ഞാൻ കുളിക്കാനൊക്കെ റെഡിയാക്കി ബാത്റൂമിൽ കയറ്റിയിട്ടുണ്ട്. ഞാൻ കുളിച്ച് റെഡിയാക്കിയിട്ട് ഇനി ആശാട്ടെ കാണിക്കാം വൃത്തിയാക്കിയിട്ട്. ഓക്കെ, ഇനി അങ്ങനത്തെ പരിപാടിക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞ ദോശയും മുട്ടക്കറി ആയിരിക്കും മിക്കവാറും ലഞ്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമായിരിക്കും. അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്തായാലും കാണിക്കാം. ഓക്കെ, ബൈ. കുഞ്ഞിനെ ഞാൻ അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പിയാക്കി വിട്ടു. കുളിച്ച് റെഡിയായി കൂടെ ഇറങ്ങിയപ്പോൾ തന്നെ ആളുടെ റേസിംഗ് കാറിൽ കളിയും തുടങ്ങി. ആളുടെ റേസിംഗ് കാർ എന്നാണ് സ്വന്തമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചുവർ ചിത്രങ്ങളുടെ പരിപാടി ഇങ്ങനെ കിങ്ങിനി മോളുടെ ഓരോരോ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, എങ്കിൽ ഉച്ചയ്ക്ക് കാർത്തിയായനി പോയി ലഞ്ച് കഴിക്കാമെന്ന്. അപ്പം ഇനിയിപ്പോൾ ഞാനിവിടെ ഉള്ളൂ കുളിക്കാൻ. അങ്ങനെ ഞാനും കുളിച്ച് റെഡിയാകാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അങ്ങനെ കുളിച്ച് വേഗം ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇനി മേക്കപ്പിൻ്റെ കുറച്ചൊരു കുട്ടി വീഡിയോയും കൂടെ അങ്ങ് കാണിക്കാമെന്ന്. മേക്കപ്പ് ഒക്കെ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സ് ആട്ടോ, ഈസി പീസി. കിങ്ങിനിയുടെ ഒരു ഡയലോഗാണ് ഈസി പീസി. അതേപോലെ എൻ്റെ മേക്കപ്പും ഭയങ്കര ഈസി പീസി പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ക്രീം ഇടുവാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച പ്ലമ്മിൻ്റെ സൺസ്ക്രീനും ഉള്ള ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ക്രീം ഫേസിലിടും. ഇത്രയും നാൾ മാമാഅർത്തിൻ്റെ BB ക്രീം ആയിരുന്നു. അത് ഇട്ട് കഴിയുമ്പോൾ മേക്കപ്പ് ഇട്ട പോലത്തെ എഫക്റ്റ് ആവും ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ അത് തീർന്നു പോയി. പിന്നെ എനിക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനോ ഒന്നും ഒരു സമയം കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഫോറം മാളിൽ പോയപ്പോൾ ഈ പ്ലമ്മിൻ്റെ ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, പൊട്ട് തൊടും. പിന്നെ പൊട്ട് തൊട്ട് കഴിഞ്ഞിട്ട് ലിപ് ബാം, ലിപ്സ്റ്റിക്, കാജൽ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. മേക്കപ്പ് പരിപാടീസ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് പുതിയ ലിപ് ബാം ആട്ടോ, ഡവിൻ്റെ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഐറ്റംസ് എല്ലാം തീർന്നു. ക്രീം, ലിപ് ബാം, കാജൽ സ്റ്റിക്ക് എല്ലാം തീർന്നായിരുന്നു. പിന്നെ ഈ 3 ഐറ്റം ഞാൻ ഫോറം മാളിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങ് എടുത്തു. അവൻ നോർമലി ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോവുകയോ ചെയ്യുവാണെങ്കിൽ ലിപ് ബാം മാത്രമേ എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കാര്യമായിട്ടൊരു ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് കൂടെ ഇടും. പിന്നെ ഇത് ഞാൻ ജോവീസിൻ്റെ പുതിയ കാജൽ വാങ്ങിച്ച് അതും ഇടുന്നു. സോ ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പരിപാടികൾ. ഇങ്ങനത്തെ ഈസി പീസി മേക്കപ്പ് ചെയ്യുന്നു, ഇറങ്ങുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. മേക്കപ്പ് പരിപാടി ഫുൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കാർത്തിയായനിയിലേക്ക് വെച്ച് പിടിക്കാൻ പോവുകയാണ്. കിങ്ങിനി മോളും ചേട്ടനും നേരത്തെ കയറിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം കാർത്തിയായനി. അങ്ങനെ ഞങ്ങൾ കാർത്തിയായനി റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങളുടെ സ്ഥിരം ഏരിയ ആണ്. ഞാൻ ഓഫ് എടുക്കുന്ന ദിവസം ഇതേപോലെ പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കാർത്തിയായനി തന്നെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ നല്ല അടിപൊളി ഒരു ലഞ്ചൊക്കെ പടപടാന്ന് ഞാൻ കഴിച്ചു തീർത്തു. ഊണ് വന്നപ്പോഴൊന്നും എടുക്കാനൊരു ഗ്യാപ്പ് കിട്ടില്ല, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ കാർത്തിയായനി ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് ഈ വെച്ച് പിടിക്കുന്നത്. ലുലുവിൽ ഓഫർ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. നല്ല ബ്ലോക്കിൽ കിടന്നിട്ടാണ് ലുലുവിലേക്ക് എത്താൻ പറ്റിയത്. ലുലുവിൻ്റെ ആ ഷോപ്പിംഗ് ഓഫർ, എന്താ പറയുന്നത്, 50% ഓഫർ തുടങ്ങിയതിൻ്റെ ബ്ലോക്കാണ് ഞങ്ങൾക്ക് അവിടുന്ന് പാലാരിവട്ടത്തുനിന്ന് കിട്ടിയത്. അങ്ങനെ വേണ്ട ലുലുവിൽ എത്തിയിട്ടുള്ള കാഴ്ചകളായതൊക്കെ. ഈ പുറത്തെ ഏരിയയിൽ അധികം റഷ് തോന്നുന്നില്ലെങ്കിലും ലുലു കണക്ട്, ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലും ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിലൊക്കെ ഭയങ്കര തള്ളായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വേഗം ഇറങ്ങി, കാരണം പേയ്മെൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലോങ് ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് കിങ്ങിനി മോൾക്കൊരു ടോയ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഞങ്ങൾ വേറൊരു സാധനം അങ്ങനെ വാങ്ങിക്കാൻ നിന്നില്ല. നമുക്ക് കിങ്ങിനി മോളുടെ ടോയ് കാണിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇതുണ്ടല്ലോ, ടെലിഫോൺ ഉണ്ടല്ലോ, ടെലിഫോൺ ടോയ്. ഇഷ്ടംപോലെ ഉള്ളതാണ്, എന്നാലും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ വേണമല്ലോ. കിങ്ങിനിക്ക് ഈ ഫോണിൻ്റെ ടൈപ്പ് ടോയ് തന്നെ കുറേ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ക്യൂട്ടായിട്ട് തോന്നി, ഇങ്ങനെ പ്രിൻസസ് നിൽക്കുന്ന പോലത്തെ കുട്ടി ഫോൺ. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ നേരെ പാരഗണിൻ്റെ ആ ടീ കോർണറിൽ വന്നു. ഞങ്ങൾ 2 കോഫി, മോൾക്കൊരു ബൂസ്റ്റും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ലുലുന്ന് ഇറങ്ങിയ സമയത്ത് നമ്മളുടെ ഈ ലുലുവിൻ്റെ താഴത്തെ ബേസ്മെൻറ്റിൻ്റെ അവിടെ ഈ കോൺ വിൽക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് കോണും വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫോറം മാളിൽ പോയായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോറം മാളിൽ പോയി ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഫ്ലാറ്റിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറിയിട്ട് തിരിച്ചത് ഫ്ലാറ്റിലെത്തി. കിങ്ങിനി മോൾ ഉറങ്ങിപ്പോയി. സമയം 8 മണിയാവുന്നു. നമ്മൾ 2 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. ഭക്ഷണം കഴിച്ച് ലുലു പോയി. ലുലുവിൽ ഭയങ്കര തള്ളു. പിന്നെ കിങ്ങിനി മോൾക്കൊരു ടോയും പിന്നെ അവിടുത്തെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഫോറം മാളിൽ പോയി. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല.
ഫോറം മാളിൽ പോയിട്ട് വേറെ എങ്ങും കയറിയില്ല. നേരെ ചെന്ന് ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ലുലുവിന്റെ തന്നെ ആണല്ലോ, ലുലു ഡെയിലി കയറി നാളത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ട ചിക്കനും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. ഇറങ്ങിയപ്പോ ഈ സമയമായി. ചിങ്ങിനി പെണ്ണൊങ്ങിപ്പോയി. അപ്പൊ ഇത്രയായിരുന്നു എന്റെ ഓഫ് ഡേ കാര്യങ്ങൾ. കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നു, ഡ്രസ് വാഷിങ് അത് ഇതൊക്കെ നടന്നു. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി നാളെ തൊട്ട് വീണ്ടും ബാക്ക് ടു ഓഫീസ്. ആൻഡ് കുറച്ച് കറക്കം, എല്ലാ ഓഫ് ഡേയിലും നമ്മളിങ്ങനെ കറങ്ങാൻ ഇറങ്ങും. കുറച്ച് കറക്കമൊക്കെ നടന്നു. ലുലുവിന്റെ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് മിഡ് നൈറ്റും സെയിൽ ഉണ്ടല്ലോ, ആ ദിവസം ലുലുവിൽ പോകാൻ പറ്റി. പക്ഷെ ലുലുവിലെ തള്ളു കണ്ട് ഞാൻ ഓടി ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയില്ല, അതുകൊണ്ട് ഭയങ്കര റഷ് ഹൈപ്പർ മാർക്കറ്റിൽ. അങ്ങനെയാണ് നേരെ ഫോറം മാളിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ എന്റെ അജണ്ട ഒന്ന് ക്ലീൻ ചെയ്യുന്ന, വീട് ഒതുക്കുക എന്നുള്ളത് ഒരു പരിധി വരെ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തടുത്ത വ്ളോഗ്സിൽ കാണാം. ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോൾ എന്റെ ഓഫീസിലേക്കുള്ള യാത്ര, എന്റെ മെട്രോ യാത്രയും കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗായിട്ട് എടുത്തിടാം. പിന്നെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്, എന്റെ രാവിലത്തെ കുക്കിങ്ങും ഓട്ടവും ചാട്ടവും ഒക്കെ കാണിച്ചൊരു വീഡിയോ, അതൊക്കെ വരുന്ന ദിവസങ്ങളിലിടാം. സോ പ്ലീസ് സപ്പോർട്ട്. ഇപ്പൊ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് എല്ലാവരും എന്നെയും എൻ്റെ ഈ കുട്ടി ചാനലിനെയും മറന്നുപോയി കാണും. പക്ഷെ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പൊ നമുക്കിനിയും അടുത്തടുത്ത വീഡിയോസിൽ കാണാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടും. പ്ലീസ് സപ്പോർട്ട് എപ്പിക് ഫാമിലി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. എന്റെ ചേട്ടനോട് ഇരിപ്പുണ്ട്. ചേട്ടാ ഹായ്. നമ്മള് വൈൻഡപ്പ് ചെയ്യാ. ടാറ്റാ. Bye. Take care, everyone.